സാറേ, തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായിട്ടുള്ള റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് കൈമാറാനുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. അത് ട്രംപ് പ്രഖ്യാപിച്ചതുമാണ്. അതിനെതിരായിക്കൊണ്ട് റാണ കോടതിയിൽ പോവുകയും അതിപ്പോൾ തള്ളിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. എന്തായാലും റാണ ഇന്ത്യയിലേക്ക് തന്നെ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അല്ലേ? US ഇന്ത്യ എക്സ്ട്രഡിഷൻ ട്രീറ്റി അനുസരിച്ച് റാണയെ ഇന്ത്യക്ക് കൈമാറണം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. പക്ഷേ അത് വിവിധ കോടതികളിൽ അമേരിക്കയിൽ പല കാരണങ്ങളാൽ പെൻഡിങ്ങിലായിരുന്നു. ഇപ്പോൾ 2008 നടന്ന ബോംബെ ഭീകരാക്രമണം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. ന്യൂയോർക്കിൽ പണ്ട് നടന്ന ട്വിൻ ടവർ അറ്റാക്ക് 2001 നടന്നതാണ്, സെപ്റ്റംബർ 11. അതുപോലെ 26/11 ആണ് ബോംബെ ആക്രമണം, അങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആക്രമണം പാകിസ്ഥാനിൽ ആസൂത്രണം ചെയ്ത നടപ്പാക്കിയ ആളിന് വേണ്ടുന്ന ഒത്താശകൾ എല്ലാം ചെയ്തത് ഈ തഹാവൂർ ഹുസൈൻ റാണ ആണ്. റാണ ഇപ്പോൾ 64 വയസ്സുണ്ട്. ചിക്കാഗോ കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നു. ഈ സംഭവത്തെ ബോംബെ അറ്റാക്കിന് ശേഷം ഇയാൾ അമേരിക്കയിലേക്ക് കടന്ന ഇയാളെ ചിക്കാഗോ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഇല്ലിനോയി മജിസ്ട്രേറ്റ് കോർട്ടിൽ ഇയാൾ വിചാരണയ്ക്ക് വിധേയനാകുകയും 165 മാസം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇയാളുടെ അതികഠിനമായ രോഗകാരണങ്ങളും ഒക്കെ പരിഗണിച്ച് അദ്ദേഹത്തിനൊരു ഹ്യൂമാനിറ്റേറിയൻ എക്സ്ക്യൂസ് കിട്ടിയായിരുന്നു ശിക്ഷാ ഇളവിൽ. അപ്പോൾ ആ ശിക്ഷാ ഇളവിൽ നിൽക്കുകയാണ് ഈ എക്സ്ട്രഡിഷൻ ട്രീറ്റി അനുസരിച്ച് ഇന്ത്യയിൽ കുറ്റകൃത്യം നിർവഹിക്കുവാൻ സഹായവും സഹകരണവും ചെയ്ത ഒരു ഗൂഢാലോചകനെ ഇന്ത്യക്ക് വേണം, ഇന്ത്യൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന ആവശ്യം വന്നത്. ഇതിങ്ങനെ പല തരത്തിലുള്ള തടസ്സ ഹർജികളാൽ നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 21 അന്തിമമായി സുപ്രീം കോർട്ട് ഓഫ് അമേരിക്ക യുടെ വിധി വന്നു. ഇയാളെ ഇന്ത്യക്ക് കൈമാറുന്നതിന് തടസ്സമില്ലാത്ത തരത്തിൽ ഇയാളുടെ തടസ്സ ഹർജികളെല്ലാം തീർപ്പായി. ഇയാൾ റാണ പറഞ്ഞ 2-3 കാര്യങ്ങളായിരുന്നു. ഒരേ കുറ്റത്തിന് 2 ശിക്ഷയില്ല. അമേരിക്കയിൽ ദീർഘകാലം അയാൾ തടവിൽ കടന്നുവല്ലോ എന്നായിരുന്നു ഒരു ഡബിൾ ജിയോപാഡി ഇയാൾ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അത് ശരിയല്ല. ഓരോ രാജ്യത്തിനും ഓരോ ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ട്. അതനുസരിച്ച് ആ രാജ്യത്ത് നടന്ന ഒരു കുറ്റകൃത്യത്തിന് ആ രാജ്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന കോടതിയുടെ കണ്ടെത്തൽ ഇയാൾക്കുള്ള അപേക്ഷ നിരസിക്കാൻ കാരണമായി. സാർ, അതിൽ ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ശിക്ഷയാണോ അവിടെ അനുഭവിച്ചത്? അതല്ലല്ലോ അവിടുത്തെ? അത് തന്നെ. ഇതും വേറൊരു ഡെൻമാർക്കിൽ ഒരു ഡാനിഷ് പത്രത്തെ ആക്രമിച്ചു. ഒരു ഡാനിഷ് പത്രത്തെ തകർക്കാനുള്ള ഒരു വിഫല ശ്രമം, അത് വിജയിച്ചില്ല. അതിൻ്റെയും സൂത്രധാരൻ ഇയാളായിരുന്നു. അപ്പോൾ ഇന്ത്യയിലും ഡെൻമാർക്കിലും നടന്ന ഭീകര പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലായിരുന്നു വലിയ ദീർഘമായ നാശമുണ്ടായത്, അമേരിക്കൻ പൗരന്മാരടക്കം കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ 2 സംഭവത്തിൻ്റെ പേരിലാണ്. അമേരിക്കൻ മണ്ണിൽ നടന്ന കുറ്റകൃത്യമല്ലായിരുന്നു. ഇന്ത്യയിലും ഡെൻമാർക്കിലും നടന്ന കുറ്റകൃത്യങ്ങൾക്കാണ് ചിക്കാഗോ ഇല്ലിനോയി മജിസ്ട്രേറ്റ് ഇയാളെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പോൾ ഇല്ലിനോയി എന്ന് പറയുന്നത് ചിക്കാഗോ നഗരം ഉൾപ്പെട്ട സ്റ്റേറ്റാണ്. അപ്പോൾ അവിടുത്തെ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടയിലാണ് ഇയാളുടെ ശിക്ഷ ഇളവ് കിട്ടിയതൊക്കെ. അപ്പോൾ അതിനെ തുടർന്ന് ഇയാൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനുള്ള അപേക്ഷ കൊടുത്തിരുന്നു. അത് അനുവദിച്ചില്ല. അങ്ങനെ പല നൂലാമാലകൾ ഉണ്ടാക്കി എങ്ങനെയും അവിടെ തുടരാൻ ഇയാൾ ശ്രമിച്ചു. ഇപ്പോൾ അത് ഈ അന്തിമ വിധി വരുന്നതിൻ്റെ തലേ ദിവസം ട്രംപ് അവിടെ ചുമതലയേറ്റു. ട്രംപ് ജനുവരി 20 2ാം തവണയും US പ്രസിഡൻ്റായി വന്നു. പിറ്റേ ദിവസമാണ് കോടതിയിൽ നിന്ന് ഇയാൾക്ക് എക്സ്ട്രഡിഷന് ഉള്ള പ്രൊസീജിയർ തുടരാം എന്ന അർത്ഥത്തിൽ ഇയാളുടെ ഹർജിയെല്ലാം തള്ളിയത്. ഇനി അയാൾക്ക് അവിടെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇനി അമേരിക്കൻ ഗവൺമെൻറ് ഇയാളെ ഏത് നിമിഷവും ഇന്ത്യക്ക് കൈമാറാം. അതാണ് അവസ്ഥ. സാർ, അപ്പോൾ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയ സമയത്ത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നുവെന്നും
ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിക്കൊണ്ട് ഒരുമിച്ച് നിന്ന് ശക്തമായി പോരാടുക എന്നൊരു തീരുമാനം ട്രംപും മോദിയും തമ്മിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ആ ആഗോള തീവ്രവാദത്തെ എതിർക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശക്തി പകരുന്ന ഒരു തീരുമാനമായിട്ട് വേണ്ട നമുക്കിതിനെ കാണാം. തീർച്ചയായിട്ടും ഇത് ലഷ്കർ എ തോയ്ബയുടെ പ്രവർത്തനമായിട്ടായിരുന്നുവല്ലോ ബോംബെ ആക്രമണത്തെ പിന്നീട് തെളിവ് സഹിതം കണ്ടെത്തിയത്. ഈ ലഷ്കർ എ തോയ്ബയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇയാൾ റാണ എന്നും അമേരിക്ക കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ ലഷ്കറെ പ്ലാൻ ചെയ്തതായിരുന്നു ബോംബെ ആക്രമണവും ഡെൻമാർക്കിലെ ഭീകരാക്രമണവും. അപ്പോൾ ഡാനിഷ് ആൻഡ് ഇന്ത്യൻ ടെററിസ്റ്റ് അറ്റാക്ക് ഒരുപോലെ പരിഗണിച്ചാണ് അമേരിക്കൻ കോടതി ശിക്ഷിച്ചത് ഇയാളെ. അപ്പോൾ തിരിച്ച് ഈ ഇന്ത്യയിലും അമേരിക്കയിലും നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയാണ് ലഷ്കർ എ തോയ്ബ. അപ്പോൾ അതിൻ്റെ ഒരു ഭീകര പ്രവർത്തനത്തെ ഈ രണ്ട് രാജ്യവും മോഡി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒന്നിച്ച് ഭീകര പ്രവർത്തനത്തെ തടയാം എന്നതിൻ്റെ ഏറ്റവും ആദ്യം വരുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലായിരിക്കും ഈ കേസ്. അങ്ങനെ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറുന്നതോടെ ഇവിടെ അയാൾ വിചാരണയ്ക്ക് വിധേയമാവുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഈ സാറി മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അത് വലിയൊരു നടുക്കുന്നൊരു അനുഭവമാണ്. കാര്യം അവിടെ ആ താജ് ഹോട്ടലിൽ ആക്രമണം ഉണ്ടാകുന്നു, അതിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ ഭീകരൻ അജ്മൽ കസബിനെ ആ സമയത്ത് ജീവനോടെ പിടിച്ചു എന്നത് നമുക്ക് ഒരുപാട് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ സമയത്തൊക്കെ ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഭീകരാക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യയിൽ ആ തരത്തിൽ ഇൻറ്റേർണലായിട്ട് അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ആക്രമണങ്ങളും തീവ്രവാദി അറ്റാക്കുകളൊക്കെ വളരെയധികം ഒരു 95% കുറഞ്ഞു എന്ന് തന്നെ പറയാം, അല്ലേ? ഇന്ത്യക്കകത്തുള്ള ഈ ഇസ്ലാമിക് തീവ്ര ആക്രമണം പരമ്പര മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും കർബ് ചെയ്തിട്ടുണ്ട്. മറ്റേ ബാംഗ്ലൂർ, ഹൈദരാബാദ്, എവിടെയെല്ലാം സ്ഫോടനമായിരുന്നു. ബോംബെ ആക്രമണം തന്നെ, അത് ബോംബെ ആക്രമണം 2008 അന്ന് മൻമോഹൻ സിംഗും ഗവൺമെൻറ്റാണ്. പാകിസ്ഥാൻ മണ്ണിലാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ എല്ലാം വേരുകൾ. അവിടെയാണ് ഇതിൻ്റെ ആസൂത്രണം എല്ലാം നടക്കുന്നത് എന്ന് ഇന്ത്യ ആവർത്തിച്ച് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുക, നയതന്ത്ര തലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പാകിസ്ഥാൻ ഇതിനെല്ലാം തൃണവൽഗണിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ വഞ്ചിയിൽ കയറി കറാച്ചിയിൽ നിന്നോ മറ്റോ യവന്മാർ അറേബ്യൻ സീയിലൂടെ ബോംബെ തീരത്ത് വന്ന് അണഞ്ഞത്. അപ്പോൾ 26 നവംബറിലായിരുന്നല്ലോ ഈ അറ്റാക്ക്. അപ്രതീക്ഷിതമായി താജ് ഹോട്ടൽ, ഒബറോയ് ഹോട്ടലിലെല്ലാം കയറി വെടിവെക്കുമ്പോഴാണ് യവന്മാർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ, വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷനിൽ ഒക്കെ അവിടെ അജ്മൽ കസബൊക്കെ കറങ്ങി കിടക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടു. രാത്രിയിലായിരുന്നു അപ്രതീക്ഷിതമായ അറ്റാക്ക്. 200-ലേറെ പേർ മരിച്ചു. അതിലെല്ലാ താജിലൊക്കെ താമസിക്കുന്ന വിവിധ ദേശക്കാരുണ്ടായിരുന്നു. ഒബറോയിലൊക്കെ താമസിക്കുന്ന ഇസ്രായേലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല അമേരിക്ക പൗരന്മാരും കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് ഒരു ഇന്ത്യയിലെ ഇന്ത്യൻ പൗരന്മാരെ മാത്രം ലക്ഷ്യം വെച്ചല്ല, ഇന്ത്യയോട് സഹകരിക്കുകയും ഇന്ത്യയിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന വിദേശ പൗരന്മാർ, പാശ്ചാത്യരെയും എല്ലാ നാട്ടുകാരെയും ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണമായിരുന്നു. അത് കണ്ണിൽ ചോരയില്ലാത്തൊരു പ്രവൃത്തിയായിരുന്നു. പക്ഷേ അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഈ സംഭവത്തിന് ശേഷം വളരെ ലിത്താർജിക്കായിട്ടാണ് പോയത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പാകിസ്ഥാനെ അതിന് മറുപടി പറയിപ്പിക്കാനുള്ള ബാധ്യതയുണ്ടായിരുന്നു. പക്ഷേ നയതന്ത്ര തലത്തിലോ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിലോ ഇത് ഒരു മേജർ ഇഷ്യൂ ആക്കി ഇന്ത്യ കൊണ്ടുവരാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഈ കസബിനെ കയ്യോടെ പിടിച്ചതുകൊണ്ട് ഇതിൻ്റെ കുറേ തെളിവുകളും ഡീറ്റെയിൽസും ഈ റാണയൊക്കെ ബുക്ക് ചെയ്യപ്പെടാൻ കാരണം അതുകൊണ്ടാണ്. ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത്. അപ്പം വിദേശികളായ ആളുകളും കൂടി ഉൾപ്പെട്ട ഒരു ഗൂഢാലോചനയായിരുന്നു. അതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ കിട്ടിയത് അജ്മൽ കസബിനെ അറസ്റ്റ് ചെയ്ത് അയാളെ തൂക്കിലേറ്റിയല്ലോ. അജ്മൽ കസബ് തൂക്കിലേറ്റി. അപ്പോൾ അയാളെ തൂക്കിലേറ്റുന്നതിനെതിരെ തന്നെ ഇന്ത്യക്കകത്ത്
പ്രക്ഷോഭമുണ്ടാക്കിയ സംഘടനകളും ഇവിടെയുണ്ട്. ഇവിടെയുണ്ട്. അപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാർ ഈ ഇസ്ലാമിക് തീവ്ര ആക്രമണത്തോട് വളരെ തണുത്ത പ്രതികരണവും സമീപനവുമാണ് സ്വീകരിച്ചത്. അത് പിന്നീട് കൂടുതൽ ഭീകര പ്രവർത്തകന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലാണെന്നുള്ള ആരോപണവും വന്നു. എന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നാലെ ഇസ്ലാമിക് തീവ്രാക്രമണം മാത്രമല്ല, ഹിന്ദു തീവ്രാക്രമണവും ഉണ്ട് എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിൽ തന്നെ ഉള്ള വേറെ ചില സംഭവങ്ങളെ എടുത്തു കാട്ടി ഹിന്ദു തീവ്രതയ്ക്ക് ബദലായിട്ടാണ് ഇസ്ലാം തീവ്രത ഉണ്ടാകുന്നത് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാനും ഈ സംഭവം അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ഉണ്ടായി. അത് ആ ആരോപണം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടുമില്ല. അതിനിടെയാണ് ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള എക്സ്ട്രഡീഷൻ ട്രീറ്റി പ്രകാരം ഇയാളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള നിയമവഴികളെല്ലാം സ്മൂത്തായത്. തീർച്ചയായിട്ടും.